അപ്പൊ അയാൾ ആദ്യം പറഞ്ഞത് എന്തോ ശാപം നിന്റെ ഫാമിലിയിൽ ഉണ്ടെന്നാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഹലോ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നത് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതൊരു കാര്യമുണ്ട് ലക്ഷ്മി. വിശ്വസിക്കുന്ന ദൈവങ്ങള്, അതായത് നിന്റെ ആരാധന രീതി തെറ്റാണ്. അതായത് ഓർത്തഡോക്സ് എന്തോ മാർത്തോമ അങ്ങനെ എന്തോ പോയിട്ട് വന്നിട്ട് അവിടുത്തെ ഇത് ഇഷ്ടപ്പെടാതെ ഇയാള് പെന്തക്കോസ്തായിട്ട് മാറിയത്. അപ്പൊ ഖുറാൻ ആവട്ടെ, ഭഗവത്ഗീത ആവട്ടെ, ഇത് ബൈബിൾ ആവട്ടെ, അപ്പൊ വിശുദ്ധമായിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് വിശുദ്ധമാണ്. അപ്പൊ അതില് ഒന്ന് രണ്ടെണ്ണം സ്കിപ്പ് ചെയ്യാൻ നടക്കുന്ന ഒരു ഇതിലും എന്റെ അകത്ത് സാത്താൻ കയറുന്ന എനിക്ക് ഈ ക്വസ്റ്റ്യന്. പിന്നെ സാത്താൻ ഞാനായി ഇങ്ങർക്ക്. എന്റെ പേര് ലക്ഷ്മിയാണ്. തമിഴ്നാടാണ് എന്റേത്, തമിഴ്നാട്. ഞാൻ ബേസിക്കായിട്ട് ഒരു ഹിന്ദു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ്. ഹിന്ദു ഫാമിലി പറയുമ്പോഴത്തേക്കും ബേസിക്കായിട്ട് വീട്ടിൽ വലിയ ഹിന്ദുവായിട്ട് വലിയ ഇതൊന്നുമില്ല, കോവിൽ പോകണം അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. വേണമെങ്കിൽ നീ പൊയ്ക്കോ, അങ്ങനത്തെ ഒരു ഫാമിലിയിൽ വളർന്ന ആളാണ് ഞാൻ. പക്ഷെ പഠിച്ചതും പഠിപ്പിച്ചതൊക്കെ ആർ സി സ്കൂളിലാണ് ചേർത്ത് വിട്ടത്. അച്ഛൻ ആ ടൈമില് ആർ സി സ്കൂളിലാണ് ചേർത്ത് വിട്ടത്. പക്ഷെ ഞങ്ങളെല്ലാം ആർ സി റോമൻ കത്തോലിക്കായിട്ടുള്ള സ്കൂള്. അപ്പോ ആ ഇതിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അവിടുത്തെ ഞാൻ പഠിക്കുമ്പോഴേ അവിടെ ഒരു ഇതുണ്ടായിരുന്നു, വീക്ക്ലി വൺസ് വന്ന് പ്രെയർ ഉണ്ടായിരുന്നു, ചർച്ചിൽ പോയി ഒരു പ്രെയർ ഉണ്ടായിരുന്നു. അപ്പൊ പോയിട്ട് വന്നിട്ടൊക്കെ നമ്മൾ വന്ന് വീട്ടിൽ വന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടുമായിരുന്നു. ചർച്ചിൽ പറഞ്ഞ പാട്ടുകളൊക്കെ വന്ന് പാടുമ്പോഴും വീട്ടിൽ ആർക്കുമേ ഒരു പ്രശ്നമില്ല. വീട്ടിൽ അമ്മയ്ക്കായിട്ട്, അച്ഛൻ, അമ്മമ്മ. പിന്നെ ഇവർക്ക് ഉള്ള ഒരു പ്രശ്നം വെച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർക്ക് പറയാന്ന് വെച്ചാൽ ഹിന്ദുവായിട്ട് ഇരിക്കുമ്പോഴേ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോഴേ കോവിലിൽ പോയിക്കൂടാ, സമയത്ത് വിളക്ക് കത്തിക്കണം, ഇങ്ങനെ പീരിയഡ്സ് ടൈം കോവിൽ, അങ്ങനത്തെ ഒന്ന് രണ്ട് റിലേഷൻ ഉണ്ട്. അത് എന്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുള്ളതാണ്. വയസ്സായ ഒരാളുള്ളത് കൊണ്ട് കുറച്ച് ആയതൊക്കെ ഉണ്ടെന്നല്ലാതെ കോവിലിൽ പോയി തന്നെ നീ ചെയ്യണം അങ്ങനത്തെ പരിപാടിക്ക് നിർബന്ധിച്ചിട്ടുമില്ല, പോയിട്ടുമില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും മാരീഡായ ടൈമിലൊക്കെ ഫാമിലിയിൽ കുറച്ച് ഹസ്ബൻഡൊക്കെ കുറച്ച് ഇങ്ങനെ കോവിലൊക്കെ ഒരു അങ്ങനെയല്ല, ഹിന്ദു ബേസിക് ആയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ചില ഇതുണ്ടെങ്കിലും കുറച്ച് ചെയ്യും. കുറച്ച് ചെയ്യും. പിന്നെ കുറച്ചൊക്കെ നമ്മള് വേണ്ടാതായിട്ട് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് താല്പര്യം ഇല്ലെങ്കിലും ശരിയായോ വീട്ടുകാർക്ക്. ഇപ്പം നമ്മളെ വീട്ടിലാണെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് നിൽക്കാം. പക്ഷെ ഇനിയൊരു വീട്ടിൽ പോയിട്ട് വന്ന് നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റൂല. ഇതിൽ ചെയ്തിട്ടുണ്ട്. അയ്യോ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, 4 മണിക്ക് അങ്ങ് പോകണം, കോവിലിൽ പോകണം എന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്തിട്ടിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങനെ എന്ത് നമ്മൾ കാണിച്ചിട്ട് നമ്മുടെ ലൈഫിൽ കുറച്ചൊക്കെ കഷ്ടങ്ങൾ നഷ്ടങ്ങൾ വരുമല്ലോ. ആ ടൈമിലായിരിക്കാമല്ലോ നമ്മൾ കുറച്ചൊക്കെ സിനിമ മാറി അങ്ങനെ പോയിട്ട് അങ്ങനെ ഞാൻ പിന്നെയും കുറച്ച് ഒതുങ്ങി പഴയതിൽ എതിരായിട്ട് കോവിലിൽ ചിലപ്പോൾ പോണത് അങ്ങനെയൊക്കെ ആയി വന്നപ്പോഴാണ് എനിക്കൊരു ഓൺലൈനിലൊരു ജോബ് ചെറുതായിട്ട് ചെറിയൊരു ഇൻകം വന്നപ്പോലെ ചെറിയ ജോബ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആ ടൈമിൽ അവിടെ ഒരു സാർ ഉണ്ടായിരുന്നു. സാറിന് അപ്പൊ നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ വരുമ്പോഴത്തേക്കും 3 പേരുണ്ടായിരുന്നു സാർമാര്. അപ്പൊ ചിലര് വന്ന് എപ്പോഴും നമുക്ക് കാൾ ചെയ്യുമ്പോൾ കിട്ടൂല. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിലോ അപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട് കേൾക്കുമ്പോഴത്തേക്കും കിട്ടൂല. അതിൽ ഒരു സാർ വന്ന് എപ്പോഴും നമുക്ക് പറഞ്ഞുതരും. അഥവാ എപ്പോഴും നേരെ അല്ലെങ്കിലും ടൈം കിട്ടുമ്പോഴത്തേക്കും അവർ പറഞ്ഞുതരും എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് പറയേണ്ടത് പറഞ്ഞിട്ട്. പക്ഷെ അയാൾ വന്നൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഹലോ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നത് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എന്തെങ്കിലും നമ്മൾ ഒരു പറയുമ്പോഴേ അവർ പറയുന്ന മറുപടി ഇതായിരിക്കാം. അപ്പൊ നമ്മള് നോർമലി ആയിട്ട് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകും. അപ്പൊ ചിലപ്പോ അവർക്ക് ജോബിൽ നമ്മൾ ലീവ് എടുക്കുമ്പോഴേ നമ്മൾ ആ സാറിനെ അറിയിക്കണം, ഇങ്ങനെ സാറിന് നേരത്തിൽ എനിക്ക് പറ്റണില്ല, ജോലി ചെയ്യാൻ പറ്റണില്ല പറഞ്ഞിട്ട് റീസൺ സ്ട്രോങ് ആയിട്ട് പറയണം, എന്താണ് റീസൺ പറഞ്ഞിട്ട്. അപ്പൊ ഒരു ടൈമിലൊക്കെ എന്റെ ഫാമിലിയിൽ കുറച്ച് ഹോസ്പിറ്റലൈസ് ആയിട്ട് വന്നു, എന്റെ മോനെ കൊണ്ടും. അപ്പൊ ആ ടൈമിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സാർ ഇങ്ങനെ ഹോസ്പിറ്റലാണ്, എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റിയില്ല പറഞ്ഞ് 1 വീക്ക് ലീവ് എടുത്തു. അത് കഴിഞ്ഞിട്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ജോബ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ആ പുള്ളി പറഞ്ഞ എന്റെ അടുത്ത് ഒരു ഇങ്ങനെ ഈവനിങ് കാൾ ചെയ്ത് പറഞ്ഞു, അത് എന്താണ് നിനക്ക് ഇങ്ങനെ പ്രോബ്ലം വന്നിട്ട്. അപ്പൊ ഞാൻ ഫാമിലി ഇങ്ങനെ കുറച്ച് ഇതാണ്, ഹോസ്പിറ്റലിൽ ഇതായിട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു ചെറിയ ഇതായിട്ടാണ് ചെയ്യാൻ പറ്റാത്തത് എന്ന് പറഞ്ഞിട്ട്. അതൊരു കാര്യമുണ്ട് ലക്ഷ്മി. നിനക്ക് വന്ന് നീ വിശ്വസിക്കുന്ന ദൈവങ്ങള്, അതായത് നിന്റെ ആരാധന രീതി തെറ്റാണ്. അപ്പൊ എനിക്ക് വന്ന് നമ്മള് ഫസ്റ്റ് ആ ടൈമിൽ നമ്മൾ വന്ന് കുറച്ച് ഡിപ്രഷനിലിരിക്കുക ടൈമാണ്. എന്റെ ഫാമിലി ഇഷ്യൂസ് ആവട്ടെ, ഫിനാൻഷ്യലി പ്രോബ്ലം ആവട്ടെ, അങ്ങനെ മൊത്തം ഇതായിട്ടിരിക്കുമ്പോഴത്തേക്കും പോയിരിക്കുന്ന ടൈം, കിളിപ്പോയ ടൈമാണ് അപ്പോഴൊക്കെ. അപ്പോ പറയാം അത് എന്താണ്. അപ്പൊ അയാൾ ആദ്യം പറഞ്ഞത് എന്തോ ശാപം നിന്റെ ഫാമിലിയിൽ ഉണ്ടെന്നാണ്. അത് ആദ്യം പറഞ്ഞ ഈ വേർഡ് ഇതാണ്, എന്തോ ശാപം നിനക്കുണ്ട്. ഈ തുടർച്ചയായിട്ട് അസുഖം കാര്യങ്ങൾ വരുന്നത് ഈ ഒരു ശാപം കൊണ്ടാണ്, അതാണോ?
ആ അപ്പൊ എന്തോ അപ്പൊ ആദ്യം പറഞ്ഞത് ഇതാണ്. അപ്പൊ അതന്ന് എന്റെ മോനാണ് വയ്യാത്തത്. അപ്പൊ ഈ ശാപം എന്നുള്ള വേട് കേട്ടപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും പ്രശ്നമില്ല, പക്ഷെ നമ്മളെ പിള്ളേർക്ക് എന്തെങ്കിലും വരുമ്പോഴത്തേക്കും നമുക്ക് പറയുമ്പോഴത്തേക്കും നമ്മളത് ഹർട്ട് ചെയ്യുമല്ലേ നമ്മള്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് അതെന്തുകൊണ്ട് അപ്പൊ എനിക്ക് കുറച്ചൊരിതായി, പേടിയായി. പിന്നെ ഇയാൾ തന്നെ ഞാൻ പോയി, സാർ എന്താണ് ഇങ്ങനെ, അപ്പൊ എനിക്കിങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്, അത് വിഗ്രഹ ആരാധന ചെയ്യണം, നീ അങ്ങനെ ചെയ്യുന്നുണ്ട്, നീ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഹിന്ദു മതത്തിൽ പോലെ കുറെ തെറ്റും കുറ്റങ്ങളും, ദൈവങ്ങൾ 2 കല്യാണം കഴിക്കുന്നത്, ഈ മുരുകൻ എന്ന് പറഞ്ഞ സ്വാമിയൊക്കെ 2 കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ കല്യാണം കഴിക്കുന്നത്, പിന്നെ അങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്, കുറെ തെറ്റ് പറഞ്ഞു. അപ്പൊ അതായിരിക്കും നമ്മുടെ മൈൻഡിൽ. പിന്നെ ശരിയാണല്ലോ, എന്റെ മനസ്സിലാ ശരിയാണല്ലോ, ദൈവം കല്യാണം കഴിക്കുമോ, അങ്ങനെ ചെയ്യുമോ, ഇവരങ്ങനെ ഒരു അരമണിക്കൂറാണ് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ജീസസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അത് 2-3 ദിവസം കൊണ്ടാണ്, ഒറ്റ ദിവസം കൊണ്ടല്ല. ഈ ജോബിന്റെ കാര്യം പറഞ്ഞു തരുമ്പോഴത്തേക്കും നീ ദൈവത്തിനെ ഈ ദൈവത്തിനെ വിശ്വസിച്ചോ, സത്യമായിട്ടുള്ളതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ആള് കുറച്ച് പെന്തേകോസ്തയാണ്, പെന്തേകോസ്തേ ഇതായിട്ടുള്ള ആള്. മലയാളിയാണോ അതോ തമിഴ്നാടാണ്, മലയാളം പറയാം. ആള് പെന്തേകോസ്തേ ബിലീഫാണ്. ആദ്യം അവര് ഓർത്തഡോക്സ് എന്തോ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവര് അതെല്ലാം പോണത്, അതായത് ഓർത്തഡോക്സ് എന്തോ മാർത്തോമ അങ്ങനെ എന്തോ പോയിട്ട് വന്നിട്ട് അവിടുത്തെ ഇത് ഇഷ്ടപ്പെടാതെ ഇയാള് പെന്തേകോസ്തായിട്ട് മാറിയത്. ഇയാളെ ഫാമിലിയാണ് ഇയാൾ മാത്രം അങ്ങനെ മാറിയത്, സെപ്പറേറ്റ് ആയിട്ട് പുള്ളി മാത്രം അങ്ങനെ മാറിയ ഒരാളാണ്. അപ്പോ എന്റെ അടുത്ത് അങ്ങനെ കുറച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഇത് ശരിയല്ല, അങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് ശരിയില്ലാത്തത്, ദൈവങ്ങൾക്ക് ഇനി ഞാൻ കേൾക്കാറില്ല ദൈവങ്ങൾക്ക്. അപ്പൊ ശരി, ആൾറെഡി എനിക്ക് വന്ന ഈ ഇതിലായിരുന്നപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു, നീ ഇനി പ്രെയർ ചെയ്യണം, രാവിലെയും വൈകുന്നേരം, അതായത് ജോബ് ചെയ്യുന്നതിന് മുമ്പേ പ്രെയർ ചെയ്യണം, അതിനുശേഷം പ്രെയർ ചെയ്യണം, ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനും ഒരു സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇതിലോട്ട് പോയിട്ട് ഞാനൊരു പ്രയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരുടേതായ രീതിയിലല്ലേ, അതോ അപ്പോൾ പ്രെയർ ചെയ്യണമെന്നേ പറഞ്ഞു വന്നിട്ടുള്ളൂ. ഇങ്ങനെ നിങ്ങൾ വന്ന് ജീസസിനോട്, അതായത് ബാക്കിയുള്ള ദൈവത്തെ പ്രാർത്ഥിക്കാതെ ഈ ദൈവത്തിനോടത്ത് ആണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട്, എന്ത് വേണമോ, മോന്റെ കാര്യങ്ങളായാലും ശരി, എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും അതിനൊന്ന് ജീസസിനടുത്ത് പറയണം, ഡയറക്റ്റ് ആയിട്ട്. നമ്മൾ വേറെ ഏതായിട്ട് പോകാതെ എന്റെ വിശ്വാസത്തില് മനസ്സിലെ വന്ന് ജീസസിനെ കുറിച്ച് സംസാരിക്കണം, അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, പ്രേ ചെയ്യണം. നമ്മൾ മുരുകാന്ന് വിളിക്കുന്നതിന് പകരം ജീസസിന്. ഞാൻ അതും തുടങ്ങി, ആ പരിപാടിയും തുടങ്ങിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ബൈബിൾ വാങ്ങിച്ചത്. അപ്പൊ ബൈബിൾ ഞാൻ വായിച്ചിട്ടില്ല ഫുള്ളായിട്ട്. അപ്പൊ ഈ പുള്ളി തന്നെ എനിക്ക് ബൈബിൾ വാങ്ങിച്ചു തന്നവര്, തമിഴ് ബൈബിൾ വാങ്ങിച്ചു തന്നിട്ട് പറഞ്ഞു, നീ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് ചോദിച്ചോ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ് ബൈബിളിലോട്ട് വായിക്കാൻ തുടങ്ങിയ സമയം. നമുക്ക് അതിലെ ഡൗട്ട് വരുമല്ലോ, അത് ഇതായാലും. ഇപ്പൊ ഞാൻ ഹിന്ദുവാണെങ്കിൽ പറഞ്ഞ് ഹിന്ദുവിന്റെ ബുക്സ് ഒന്നും പഠിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ അതിൽ പോയിട്ടില്ല. എന്നാലും ചിലർ കേൾക്കുമ്പോഴത്തേക്കും ഡൗട്ട് വരുമ്പോഴത്തേക്കാണ് കേട്ടാ ചിലർ പറഞ്ഞുതരും, അല്ല ഇത് പണ്ട് തൊട്ട് ഇങ്ങനെയാണെന്ന് പറയുന്നത്, ചിലരാണെങ്കിൽ പറഞ്ഞുതരും, അല്ലതാ ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഓരോ ഡൗട്ടുകൾ നമുക്ക്. അപ്പൊ നമുക്ക് ശരിയും തോന്നുന്നേ നമ്മള് ചെയ്യും. അപ്പൊ ഇതിൽ എനിക്ക് ഈ ഒരു ടൈമില് എങ്ങനെയായിരുന്നു ഇപ്പൊ പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു, എങ്കിലും ഒരു വിശ്വാസം കാര്യങ്ങളുണ്ടായിരുന്നു ഈ ഒരു യേശു എന്ന് പറയുന്ന സാധനം? അന്ന് 2-3 ദിവസം വെച്ചാൽ അന്ന് അത്രയും ഡിപ്രഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, മനസ്സിൽ അത്രയും ഡിപ്രഷനാണ്. അതായത് ഫാമിലി വൈസ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷനുള്ള ടൈമാണ്. അപ്പൊ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി, അതായത് എന്റെ ഇത് മാറണം, എന്റെ ഇതിൽ വന്ന എന്റെ മനസ്സിൽ എന്റെ ഈ സങ്കടമായിട്ടുള്ള ഈ അവസ്ഥ ഒന്ന് മാറണം, അത്രയേ ഉള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കുമല്ലോ. ഇപ്പൊ നമുക്ക് വന്നിപ്പോ നമ്മള് പറയും പോലെ നമുക്കൊരു കഷ്ടങ്ങൾ വരുമ്പോഴേ നമ്മൾ ആരെയാണ് ഇപ്പൊ ആരെങ്കിലും ഒരു സഹായിച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എത്തും. അപ്പൊ അങ്ങനത്തെ ആ ടൈമാണ് എനിക്ക് ഫിനാൻഷ്യലും ബുദ്ധിമുട്ടായിരുന്നു, എനിക്ക് മെന്റലിയും കുറച്ച് ഇതായിരുന്നു. വെച്ചാൽ ഹോസ്പിറ്റലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയതും പിന്നെ ഫിനാൻഷ്യലായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നത് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു 2 മാസം അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു. മോനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, പിന്നെ വീട്ടിൽ അമ്മയുടെ കാര്യത്തിലും ഒരു ഹോസ്പിറ്റലിൽ ഏതായിരുന്നു പ്രോബ്ലം ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ ഇത് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അങ്ങനെ സങ്കടത്തിലിരിക്കുമ്പോഴത്തേക്കും എനിക്ക് എങ്ങനെ രക്ഷപ്പെട്ടാൽ മതി, ഈ അവസ്ഥ ഞാൻ ആരെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ മതി എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥയിൽ എത്തിയ ആ ടൈമായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് ചെയ്തപ്പോഴത്തേക്കും ഈ ബൈബിൾ, അപ്പൊ ഈ പ്രെയർ ഒക്കെ ഞാൻ തുടങ്ങി. അപ്പൊ ഞാൻ പൈസ ഇങ്ങനെ ഞാൻ പ്രെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് ഭയങ്കര സന്തോഷമാണ്, ശരി നല്ലത്, നീ ഇത് ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ പറഞ്ഞിട്ട്. അപ്പൊ ഈ ബൈബിൾ വാങ്ങിച്ചു തന്നു. ഒരിക്കൽ ഞാൻ ജോബിന് വേണ്ടി ഓഫീസിൽ പോയപ്പോഴത്തേക്കും ബൈബിൾ ഇത് വായിച്ചോ എന്ന് പറഞ്ഞിട്ട് ശരി കൊണ്ടുവന്നിട്ട് ഞാൻ വായിക്കാൻ തുടങ്ങി.
അപ്പോഴത്തേക്കും ഫസ്റ്റ് ഇങ്ങനെ 4 ദിവസം വായിച്ചിട്ട് ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു ഡൗട്ട് കേൾക്കാൻ തുടങ്ങി. സാർ ഇങ്ങനെ ഈ പേജിൽ തന്നെ ഡൗട്ട് ഉണ്ട്, നീ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോകണുണ്ടോ? കുഴപ്പമില്ലല്ലോ, കൊള്ളാലോ, ഞങ്ങൾ പോലും ഇങ്ങനെ പോകില്ലല്ലോ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് തന്നെ മോട്ടിവേറ്റ് ചെയ്ത് വിട്ടു. ശരി വായിച്ചു. അതായത് നമ്മൾ പോലും ക്രിസ്ത്യൻസ് പോലും ഇങ്ങനെ വായിക്കൂല. അപ്പൊ പക്ഷെ എനിക്ക് അയാൾ ഒരു ഡൗട്ട് കൊണ്ട് ഇയാൾ കേൾക്കുകയും ചെയ്തു. ഫസ്റ്റ് ഇതിൽ ഇന്നതൊക്കെ ഉണ്ടല്ലോ, ഉണ്ട്, അത് നിനക്ക് മനസ്സിലായ? മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അതൊക്കെ മനസ്സിലാക്കി എനിക്ക്. അതത്രയോ ഇത് ഇന്നതല്ലേ സാർ, ഇതിനെ കുറിച്ചല്ലേ പറയണത്, അതൊക്കെ ഓക്കെ, അതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് അതുകൊണ്ട് എനിക്ക് പ്രായമുണ്ട് വന്നിട്ട്. അത് ചിലത് വരുമ്പോഴത്തേക്കും അപ്പൊ ഞാൻ ചിലത് കേൾക്കാൻ തുടങ്ങി. സാർ ഇതെന്ന് തോന്നുന്നത് ഇതിന്റെ മീനിങ് അറിഞ്ഞൂടാ. അപ്പൊ 1-2 ആള് ഫസ്റ്റ് ഒക്കെ അതിങ്ങനെയാണ് പറഞ്ഞു തന്നു. അടുത്ത 3തൊക്കെ കേൾക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഫസ്റ്റ് അയാൾ പറഞ്ഞ ഒരേ പോയിന്റ്, നമ്മള് എതിർത്ത് കേൾക്കാൻ പാടില്ല. അതായത് ഫസ്റ്റ് അതായത് ഇത് ദൈവത്തിന്റെ ബുക്കാണ്. ഇതൊന്ന് വന്ന് ദൈവം നേരിട്ട് നൽകിയ ബുക്ക്. അപ്പൊ ഇതിനെ നമ്മൾ എതിർത്ത് നമ്മൾ കേൾക്കാൻ പാടില്ല. പറയാൻ പറ്റുമോ അങ്ങനെ വായിച്ചപ്പോ ഉണ്ടായ സംശയങ്ങൾ എന്തെങ്കിലും? ചോദിച്ച ക്വസ്റ്റ്യൻ എപ്പോ തിരിച്ച് വായിച്ചാലേ പറ്റുള്ളൂ. അത് തിരിച്ച് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് തിരിച്ചു വന്നാലേ വായിക്കണം. ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതില് വായിച്ചിട്ടതില് ഫസ്റ്റ് ഈ ആദിയാഗമം, അതില് വന്ന് ഫസ്റ്റ് ബൈബിളിൽ വന്ന് ആദിയാഗമം തമിഴിലുണ്ട്. അതിൽ വന്ന് ഈ മാറി ഈ അതായത് ഒരു റേൻഷൻസ് നോക്കുമ്പോഴത്തേക്ക് അതില് കുറച്ചൊരു എററായിട്ട്, അതായത് അത് ആയിട്ട് പറയാൻ പറ്റുമോന്ന് അറിഞ്ഞൂടാ. അതിൽ തന്നെ ഫസ്റ്റ് ഇത് അച്ഛന്റെ കൂടെ മക്കൾ ഇങ്ങനെ കിടക്കണതും അമ്മയുടെ ഈക്വൽ ആയിട്ടുള്ള ഒരാളുടെ കൂടെ മോൻ ഇങ്ങനെ കിടക്കുന്നത് പറഞ്ഞിട്ടൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു അതില്. അപ്പോ ഇതിനെ കുറിച്ചൊക്കെ ഞാൻ അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട്. അപ്പൊ കേട്ടപ്പോഴത്തേക്കും അയാൾ പറഞ്ഞ മറുപടി അപ്പൊ ഇതൊക്കെ ഇതൊരു ബൈബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പുരിതമായിട്ടൊരു ബുക്കില്ല. ആ ബുക്കിൽ ഇങ്ങനെ ആകുമ്പോഴത്തേക്കും കൊച്ചു പിള്ളേരും, അതായത് 10 വയസ്സ് മേബി 15 വയസ്സ് തൊട്ട് പഠിക്കില്ല പറഞ്ഞിട്ട് കേട്ടപ്പോഴത്തേക്കും ഞങ്ങൾ അതൊക്കെ സ്കിപ്പ് ചെയ്തോളെന്ന് പറഞ്ഞു. ആ ചർച്ചിൽ പറഞ്ഞു തരുമ്പോഴത്തേക്കും ഇതൊക്കെ സ്കിപ്പ് ചെയ്യും. അപ്പൊ അത് സ്കിപ്പ് ചെയ്താൽ അതിലുണ്ടല്ലോ, അതായത് നിനക്ക് നീ അത് പറഞ്ഞു കൊടുത്താലും നീ മേ ബി അത് സ്കിപ്പ് ചെയ്താലും അതിനെ വിട്ടിട്ടല്ലല്ലോ നമ്മൾ പഠിക്കുന്നത്. വായിച്ചിട്ട് വരുമ്പോ അതും പഠിച്ചിട്ട് മൊത്തത്തിലാണല്ലോ നമ്മൾ ഒരു വിശുദ്ധ പുസ്തകം പറയുമ്പോഴത്തേക്കും ബുക്ക് ഫുള്ളും ആണ്. അപ്പൊ ഖുർആൻ ആവട്ടെ, ഭഗവത്ഗീത ആവട്ടെ, ഇത് ബൈബിൾ ആവട്ടെ. അപ്പൊ പുനിതം, അതായത് പുനിതം മീൻസ് വിശുദ്ധമായിട്ടുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും ഫുള്ളായിട്ട് വിശുദ്ധമാണ്. അപ്പൊ അതില് 1-2 സ്കിപ്പ് ചെയ്യാൻ കണക്കിന് ഒരു ഇതിലും അപ്പോ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇത് ഇങ്ങനെ കേട്ടതും ഇതിന്റെ ക്വസ്റ്റ്യൻ കേട്ടതും അപ്പൊ ആദ്യം പറഞ്ഞ വെച്ചാ ഹിന്ദുക്കൾക്ക് 2 വൈഫ് എന്നൊക്കെ പറഞ്ഞ അതേ ഇതാണല്ലോ ഇതിനുള്ളത്. അപ്പൊ അതേ തെറ്റാണ് ഇതിനുള്ളത്. അവര് വെച്ചിട്ട് നടക്കണോണ്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇത് അത് ശരി, ഫോട്ടോകൾ നമ്മൾ കാണുന്നുണ്ട്. ഇത് ഫോട്ടോ ഇല്ലെന്ന് തോന്നുന്നു, പക്ഷെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നതുപോലെയാണ് മോളെ കൂടെ അച്ഛന്റെ കൂടെയാണ് 2 മക്കള് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇമാജിൻ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം പുള്ളിക്ക് വന്ന് ഭയങ്കര ടെൻഷനായി, വഴക്കായി. അങ്ങനെയല്ല, ഇങ്ങനെയാണ്, അങ്ങനെയാണ്, അങ്ങനെ ക്വസ്റ്റ്യൻ. അത് ഞാൻ പിന്നെ നിന്റെ അകത്ത് സാത്താൻ കയറുന്ന നിനക്ക് ഈ ക്വസ്റ്റ്യന്, പിന്നെ സാത്താൻ ഞാനായി ഇങ്ങർക്ക് ചോദ്യം ചോദിക്കുന്നവരെല്ലാം സാത്താനെ അവർക്ക്. അതുവരയ്ക്കും കുഴപ്പമില്ല. ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്ത ആള് തിരിച്ച് ക്വസ്റ്റ്യൻ കേൾക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നിന്റെ പുറത്ത് സാത്താൻ കയറുന്നതാണ് നിനക്ക് ഇത്രയും ക്വസ്റ്റ്യൻ പറഞ്ഞത്, അതൊക്കെ ബിലീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങനെ ക്വസ്റ്റ്യനെ വരൂല. അതായത് ഫസ്റ്റ് ആയിട്ട് ഞാൻ പഠിക്കാണ് ഒരു സാധനം. അപ്പൊ എന്തായാലും ഡൗട്ട് വരും എനിക്ക്. ആ ഡൗട്ട് എനിക്ക് ക്ലിയർ ചെയ്താൽ ഞാൻ മുന്നോട്ട് പോകും. അത് ഏതായാലും ശരി. അപ്പൊ ഈ ഡൗട്ട് അവരാണ് പറഞ്ഞത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കേട്ടോ വന്നിട്ട്. അപ്പൊ ഡൗട്ടാണ് കേൾക്കാൻ പോയപ്പോഴാണ് ആള് എനിക്ക് സാത്താന്റെ ഒരു ഇതും തന്ന് അങ്ങനെ ഒരാക്കി കളഞ്ഞു. പിന്നെ വെച്ച് പൂട്ടി കെട്ടി ഞാൻ. ശരി, ഇപ്പൊ സാത്താന്റെ ഇതായോണ്ട് ഞാൻ പിന്നെ ആ പണിക്ക് പോയിട്ടില്ല. അതോട് അങ്ങനെ പിന്നെ ഞാൻ മാറി. ഞാൻ ഇപ്പൊ അത് ആരുമേ ഒരു ദൈവങ്ങളെ ഇത് ചെയ്യാതെ എന്റെ വഴിക്ക് ഞാൻ ഇരിക്കണുണ്ട്. അതെ, ഇതിവര് റെഗുലറായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയും വൾണറബിൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരെ കറക്റ്റ് ഒരു പോയിന്റ് ഔട്ട് ചെയ്യും മാനസികമായിട്ട്. മാനസികമായി അത് മനസ്സിലായി. എന്നുവെച്ചാൽ ആ ടൈമിൽ എനിക്ക് നമ്മളിപ്പം വീക്കിലി വൺസ് ചെയ്യുന്ന സംസാരിക്കേണ്ടി വരും എനിക്ക്. എന്നുവെച്ചാൽ എന്തെങ്കിലും ജോബിന്റെ ഡൗട്ട് ആവട്ടെ, എന്തെങ്കിലും ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും, അപ്പൊ ഈ ആർക്കെങ്കിലും തന്നെ ഇവര് നമ്മൾ ഗ്രൂപ്പിൽ ഇടുമ്പോഴത്തേക്കും കാര്യം മോസ്റ്റ്ലി കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോ നമ്മളെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ട്
ശരി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്റെ നെയിമില് ഹിന്ദു കേൾക്കണം മനസ്സിലാവും, ഹിന്ദു ആണ് ആള്, ഹിന്ദു ആണെന്ന് മനസ്സിലാവും. അപ്പൊ എന്നിട്ട് ആ ടൈമിൽ വന്ന് നമ്മൾ ഇപ്പൊ ആഴ്ചയിൽ ഒരിക്കലും അവരടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ വരുന്നത് ഈ ഡൗട്ട് വെച്ച് ആ സാറിനടുത്ത്. അപ്പൊ ഇങ്ങനെ ആ ടൈമില് ആ സാർ വന്ന് പറയുമ്പോഴേ ജീസസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. കോമൺ ആയിട്ട് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് ആദ്യം മൈൻഡ് ചെയ്തിട്ടില്ല. ശരി ആ സാർ എന്തോ പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്തിട്ടില്ല. രണ്ടാമതൊരു കാര്യം, ഒരു പവർ പൊസിഷനിൽ ഇരിക്കുന്ന ആള്, നമ്മുടെ പവർ പൊസിഷനിലിരിക്കുന്ന ആള് അങ്ങനെ പറയാനുണ്ട്. നമുക്കത് എനിക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. ശരി നിന്റെ ബിലീഫ് നീ പറയുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതിപ്പോ കേൾക്കണത് കേൾക്കാത്തത് എന്റെ പക്ഷെ ശരി കേൾക്കേണ്ടി വന്നു ആ ടൈമില്. അതിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല. ശരി ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് സാർ ഇങ്ങനെയാണ് ജോബിന്റെ കാര്യങ്ങൾ പറഞ്ഞ ടൈമിൽ പിന്നെ ആ ടൈമിലാണ് എനിക്ക് കുറച്ചിങ്ങനെ ഹോസ്പിറ്റലൈസ് ആ ടൈമിലായപ്പോഴത്തേക്കും ഞാൻ കുറച്ചൊരു എന്റെ ബുദ്ധിമുട്ടില് അങ്ങനെ ചെയ്തോണ്ടിരുന്നു. ആ ടൈമാണ് ഇവര് മനസ്സിലാക്കി എടുത്തിട്ട് ശരി നീ ആദ്യം ഇങ്ങനെ പറഞ്ഞത് ശാപമുള്ളത്. ഈ ശാപം എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴായിരിക്കും നമുക്കൊരു ഇതാവുമല്ലോ, നമ്മുടെ തെറ്റുകൊണ്ട് എന്തോ സംഭവിക്കും, നമ്മുടെ തെറ്റുകൊണ്ട് നമുക്ക് തന്നെ സംഭവിച്ചാൽ കുഴപ്പമില്ല. നമ്മുടെ മക്കൾ എന്നൊരു കാര്യം വരുമ്പോഴത്തേനും നമ്മളവിടെ അത് നമുക്ക് സംഭവിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളെ മക്കൾ എന്ന് പറയുമ്പോഴാണ് കുറച്ച് ഹർട്ടാവുന്നത്. ഞാൻ എന്ത് വേണമെങ്കിലും കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ കൊച്ചാണ്, അപ്പൊ അവന്റെ പേരിൽ വരുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ട് വരുമല്ലോ. ഇനി എന്താണ് പ്രതിവിധി? അത് ഹിന്ദുക്കളിലായാലും നമ്മളിപ്പോ ഒരു ജോത്സ്യം നോക്കാൻ പോകണം, അവർ പറയാ നിനക്ക് ഇന്നതുപോലെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം നമ്മൾ ഇതിന് പ്രതിവിധിയില്ലെന്ന് നമ്മൾ കേട്ടിട്ട് അതിനെ ചെയ്ത് അപ്പൊ അവർ പറയാം ഇന്നടത്തിൽ പോയി നീ എന്ത് ചെയ്തോ നിനക്കത് മാറും. അപ്പൊ നമ്മളായാലും കേൾക്കണം ഇങ്ങനെയല്ലേ ആയിരിക്കും. ശരി എന്ത് ചെയ്യണം പറഞ്ഞ് കേട്ടപ്പോഴത്തേക്കും നീ ജീസസിനെ എന്തോന്ന് മാനസികമായിട്ട്, അത് നിന്റെ ദൈവമായിട്ട് നീ ജീസസിനെ ചെയ്താലും മതി, അവർ നിന്നെ സ്നേഹിച്ചോളും, നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ നോക്കിക്കോളും, അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനെയാണ് എന്തൊക്കെയോ ഉപദേശങ്ങൾ തന്നു. ആരെങ്കിലും എനിക്ക് വന്ന് എന്നാരെയും രക്ഷപ്പെടുത്തിയാൽ മതി എന്നുള്ള ഇതായിപ്പോയി. എനിക്ക് കുറച്ച് കാര്യം പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ അങ്ങനെ പ്രെയർ ചെയ്യാൻ തുടങ്ങിയ ആ ടൈമാണ് ആളിങ്ങനെ കുറച്ച് നല്ല ഇത് ചെയ്ത് എന്തോന്നു എന്തൊക്കെയോ അങ്ങനെ ജീസസിനെ കുറിച്ച് കുറെ കാര്യങ്ങളും. എന്നാൽ തിരിച്ച് നമ്മൾ ഡൗട്ട് കേൾക്കുമ്പോഴായിരിക്കും ആളുടെ കുറച്ച്, അതായത് ഫസ്റ്റ് 1-2 ഡൗട്ടിന് കുഴപ്പമില്ലാത്ത ആള് പിന്നെ ഡൗട്ട് കേൾക്കുമ്പോഴത്തേക്ക് എന്നെ സാത്താനാക്കി മാറ്റി. അങ്ങനെ ഇവര് മറ്റുള്ളവരുടെ വിശ്വാസത്തിനപ്പോ ഇപ്പം തന്റെ അടുത്ത് തന്നെ വന്നിട്ട് ആദ്യം പറയുന്നത് നിങ്ങളുടെ ദൈവം സാത്താനാണ്, പാപമാണ്. അതിൽ ഇവർക്ക് യാതൊരുവിധ കുറ്റബോധമോ കാര്യങ്ങളോ ഇല്ല. മറ്റൊരാളുടെ വിശ്വാസത്തിനെ എങ്ങനെയും അപമാനിക്കാം. പക്ഷെ ഇവിടെ ഈ ദൈവത്തിനെ അപമാനിച്ചു പോലും ഇല്ല, താൻ അവിടെ ചോദ്യം ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അന്നേരം തന്നെ അവര് ട്രിഗർ ആവുകയാണ്. ഞാൻ ജീസസിനെ കുറിച്ച് ഞാൻ എപ്പോഴും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് വന്ന ഡൗട്ടുകൾ ഞാൻ പറഞ്ഞത് ചോദിക്കാം, നിനക്ക് എന്തെങ്കിലും ഡൗട്ട് മനസ്സിലായില്ലെങ്കിൽ ഫസ്റ്റ് ബൈബിൾ വായിക്കല്ലേ, ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ഉടനെ എപ്പോഴും വിളിച്ച് കേൾക്കാൻ പറഞ്ഞിട്ട് അപ്പൊ ഫസ്റ്റ് 1-2 ഡൗട്ടൊക്കെ അത് അതുകൊണ്ടായിരിക്കാം പറഞ്ഞിട്ട് അപ്പൊ മൂന്നാമത് വന്ന് കേട്ടപ്പോഴേ അയാൾ കുറച്ച് ദേഷ്യം അതുപോലെ പറഞ്ഞു, നമ്മള് വന്ന് ദൈവത്തിനെതിർത്ത് ക്വസ്റ്റ്യൻ കേൾക്കാൻ പാടില്ല, അത് നമ്മളെ ഇതിലല്ല. ദൈവം ആരാണ്? നമ്മള് മൊത്തം അതായത് സുപ്രീം ആയിട്ടുള്ള ഒരാളാണ്, ശക്തിയാണ്. അവരെ എതിർത്ത് നമുക്ക് ക്വസ്റ്റ്യൻ കേൾക്കാൻ പാടില്ല. പക്ഷെ ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. ഞാൻ വളർന്ന ഇതിലൊക്കെ വെച്ചാ എന്ത് പറഞ്ഞാലും അമ്മ ഇതെന്തിനാ അപ്പൊ അവർക്കറിയാന്നുള്ള, ഇപ്പൊ അമ്മയ്ക്കെല്ലാണെങ്കിൽ അവർക്കറിയാന്നുള്ള കാര്യം പറഞ്ഞുതരാം, ഇതുകൊണ്ടായിരിക്കാൻ ചെയ്യണേ. അല്ലാതെ ഇതിങ്ങനെ നീ കേൾക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് അറിയാന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. പക്ഷെ അത് സയന്റിഫിക് ആയിട്ടില്ല ഇരിക്കൂല. പക്ഷെ അമ്മ അവർക്കായിട്ടറിഞ്ഞ പോലെ പറഞ്ഞുതരും, അപ്പൊ ഇതുകൊണ്ടായിരിക്കും ചെയ്യണത് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വളർന്ന ഞാൻ അപ്പൊ ഇതുകൊണ്ട് ബൈബിളിലായാലും ശരി അപ്പൊ ഇതിന്നതുപോലെ ഉണ്ടല്ലോ, അപ്പൊ എതിർത്ത് കേൾക്കാൻ പാടില്ല. ശരി ഓക്കെ എതിർത്ത് കേൾക്കണില്ല. അപ്പൊ തിരിച്ചായപ്പോഴത്തേക്കും ഞാൻ കേട്ടോ ബൈബിളിന്റെ ഫസ്റ്റ് ഒരു പാട്ട് എടുത്ത് വായിക്കുമ്പോഴാണ് അത് വന്ന് ഒരു നല്ലതായിട്ടിരിക്കുമ്പോഴാണ് അതിന്റെ അകത്ത് പോണത്. ഫസ്റ്റേ ഇൻട്രൊഡക്ഷനെ കുറച്ചൊരു മോശപ്പെട്ട രീതി ഇരിക്കുമ്പോഴത്തേ അതിനകത്ത് പോകാൻ നമുക്ക് തോന്നൂല. ഫസ്റ്റേ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ക്വസ്റ്റ്യൻ കേൾക്കൂലേ, ഫസ്റ്റ് എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണേ, ഇത് സ്കിപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. സാധാരണ ബുക്ക് ആണെങ്കിൽ ശരി പാട്ട് നമുക്ക് വായിക്കണ്ട പറഞ്ഞിട്ട് അങ്ങ് പോവാം. പക്ഷെ ഇത് ഹോളി ബൈബിൾ നമുക്ക് ആകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇത് വായിച്ചിട്ടേ അടുത്ത പാട്ടിൽ പോവുള്ളൂ. അതെ, ഇതില് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്നെ പോലുള്ളവര്, ഇതിനകത്ത് തന്നെ ജനിച്ചു വളരുന്നവര്, ഞങ്ങളെ സ്കൂളിൽ വിടുന്നതിന് മുമ്പേ ഇവിടെ കൊണ്ടാക്കുന്നത്. അപ്പൊ പഠിപ്പിച്ചു തുടങ്ങുന്നതേ ഇതാണ്, നമ്മൾ പുറംലോകമായിട്ട് ബന്ധം വരുന്നതിന് മുമ്പേ ഇതാ. അപ്പൊ നമുക്കിതിനെ കുറിച്ച് ഭയങ്കര അമിതമായ വിശ്വാസമാണ്, അന്ധവിശ്വാസമാണ് സത്യം പറഞ്ഞാൽ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിന്റെ ഒരു ചെറിയൊരു ഇൻസിഡന്റ് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. 8ാം ക്ലാസ് വരെയും ക്രിസ്ത്യൻ സ്കൂളില്. അപ്പൊ ആ ടൈമിൽ വന്ന് നമ്മള് ഈ ടീച്ചർമാർ മാറി മാറി ഇങ്ങനെ എയിം കേൾക്കുമല്ലോ, നിങ്ങൾ എയിം പറയണമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ അറിഞ്ഞ ഒരേ ഒരു എയിം എന്റെ സ്റ്റേജിലൊക്കെ ടീച്ചർ, അത്രേ ഉള്ളൂ. ടീച്ചർ, സാർ, ആമ്പിളറാണെങ്കിൽ പറയും സാർ. നമുക്കറിഞ്ഞ ആ ജോലി അത് മാത്രമേ ഉള്ളായിരുന്നു ആ ടൈമില്. ഈ എഞ്ചിനീയറിംഗ് ഇതൊക്കെ രണ്ടാമതാണ് ഇതൊക്കെ. അപ്പോഴൊക്കെ അറിഞ്ഞ ഒരേ ഒരു ജോലി തന്നെ. അപ്പൊ നമ്മളിങ്ങനെ ചർച്ച ചെയ്യാണ്,
നീ എന്തോ പറയാൻ പോണ? ഞാൻ ടീച്ചറാ. അപ്പൊ ഒന്ന് രണ്ട് പിള്ളേരെ നഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വന്ന് അപ്പോഴൊക്കെ അവരമ്മയൊക്കെ ഞാൻ ജോലിക്ക് പോയതുകൊണ്ട് നഴ്സ് എന്ന് പറയാം. പക്ഷെ നമുക്കെല്ലാം അറിഞ്ഞിടത്തോണ്ട് ടീച്ചറാ. അപ്പൊ എന്റെ ബാക്കിൽ ഇതേപോലെ ഒരു ക്രിസ്ത്യൻ കൊച്ചായിരുന്നു. ആ കൊച്ച് ആ ടൈമിൽ എന്റെ അടുത്ത് പറയുമായിരുന്നു, എനിക്കൊരു എയിം ഉണ്ട്, അതായത് ഹിന്ദു ആയിട്ടുള്ളവരെ ക്രിസ്ത്യാനായിട്ട് മാറ്റണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കൊച്ചിനടുത്ത് ഉടനെ കേട്ടോ അതൊരു ജോലിയാന്ന് കേട്ടോണ്ട്. അപ്പൊ അതായത് നമുക്ക് ജോലി എയിം എന്ന് പറയുമ്പോൾ ജോലിയാണ്. ആ ടീച്ചർ കേൾക്കണത് അതായത് ഇപ്പോൾ എയിം പല വിധത്തിലുള്ളൂ. ടീച്ചർ സ്കൂളിൽ ചോദിക്കുന്നത് നിങ്ങൾക്ക് വലുതാവുമ്പോ എന്ത് ചെയ്യണം, നാച്ചുറലി അതാണ് നിങ്ങൾ എന്ത് ജോലി ചെയ്യണം. അന്ന് ആ എയിം എന്ന് പറഞ്ഞ ഇപ്പൊ ആ എയിം എന്ന് പറഞ്ഞ പല ആൾക്കാർക്കും പല ഇതുണ്ട്, എനിക്ക് പലതിലും അവർക്ക് ഇതുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അങ്ങനെ ഇതല്ലല്ലോ. അപ്പോഴും എയിം എന്ന് പറയുമ്പോ ഒരു ജോലി. അപ്പൊ ഞാൻ അവിടെ തുടങ്ങി കേട്ട ഒരു ക്വസ്റ്റ്യൻ, ഇതൊരു ജോലിയാണ് നടക്കുന്നത്, ഇതൊരു ജോലിയാ. അപ്പൊ എന്റെ ഇത് മനസ്സിലാച്ചാൽ ശമ്പളം കിട്ടുന്ന ജോലിയാ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ അടുത്തുന്നൊരു കോച്ച് പറഞ്ഞ ഇല്ല നമ്മളെ ചർച്ചിൽ പറയണം, അതുകൊണ്ട് അവള് പറയണെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വിട്ടു. അതെ, ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഇത് കുത്തിവെച്ചു കൊടുക്കുന്ന ഒരു ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു കൊച്ചിലത്തെ ഈ ഒരു വേൾഡിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷനെ കുറിച്ചുള്ള കാഴ്ചപ്പാടേ വ്യത്യസ്തമായിരുന്നു. ഇവിടൊക്കെ വെറുതെ ജീവിക്കുന്നു, മരിച്ചു പോകുന്നു. സത്യത്തിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ മരണം കഴിഞ്ഞുള്ളതാണെന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ എനിക്ക് ആ കൊച്ചു പറഞ്ഞതിൽ എനിക്കത് മനസ്സിലാവും എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. അവരെ ഇങ്ങനെ കുത്തി പഠിപ്പിച്ച് വിട്ടേക്കുക. ഒരു ആത്മാവിനെ രക്ഷിക്കുന്നത് മുഴു ലോകത്തെ നേടുന്നതിനേക്കാൾ വലുതാണ്. അപ്പൊ അവര് വിചാരിക്കുന്നത് ഒരാളെ ക്രിസ്ത്യൻ ആക്കി കഴിഞ്ഞാൽ ഞാനെന്തോ ലോകത്തിലുള്ള ഏറ്റവും വലിയ സംഭവം ഞാൻ നേടിക്കഴിഞ്ഞു, അതിൽ കൂടുതലൊന്നും കിട്ടാനില്ല. അപ്പൊ അവര് ഇതിനെ ഭയങ്കരമായിട്ട് കാണും. പക്ഷെ സാധാരണ ബുദ്ധിയിലൂടെ ചിന്തിക്കുന്നവർ വിചാരിക്കും ഇവരെന്ത് വട്ടായി പറയും. അല്ല, അപ്പോഴും നമുക്ക് ചിന്തിക്കാനുള്ള ഇതുമില്ല. അപ്പോഴും ആ ടൈമിലൊക്കെ നമ്മൾ ജസ്റ്റ് കേട്ടിട്ട് അതൊരു ജോലിയാൻ വിട്ടിട്ട് ഞാൻ കേട്ട് വിട്ടല്ലാതെ അത്രത്തോളം ആഴമായിട്ട് ചിന്തിക്കാനോ ഇതിന്റെ ഇതൊന്നും അതിന്റെ പോയിട്ടില്ല. ഇപ്പൊ സോഷ്യൽ പറഞ്ഞ ഈ മൊബൈൽ ഫോൺ വഴി സോഷ്യൽ മീഡിയ കയ്യിൽ കിട്ടിയ പിന്നെ തന്നെ ഇത്രയും നമ്മൾ ചിന്തിക്കാൻ ആയിരിക്കാം. അതിന് മുമ്പേ ഉണ്ടെങ്കിലും ഇത്രയും നമ്മൾ തീരെ മാത്രം വെച്ചിട്ട് നമ്മൾ മിണ്ടാതിരിക്കാം, ശരിയായിരിക്കും ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യും. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു പോയിന്റ് തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നിറയെ പേര് ലൈക്ക് കൊടുക്കുമ്പോഴത്തേക്കും അറിയാം നമ്മളിപ്പോൾ ഇത്രയും പേരുണ്ട് ചിന്തിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഏത്യസ്റ്റ് ആവട്ടെ നമ്മളൊരു ഇത് ഇടുമ്പോഴത്തേക്കും എത്രയോ പേര് നമ്മളുണ്ട് ഈ ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇനി അതിന് ഇല്ല തെറ്റാണ് പറഞ്ഞിട്ട് അതിന്റെ കൂടെ പോണ ആൾക്കാരും ഉണ്ട്. നോക്കുമ്പോൾ അങ്ങനെ രണ്ട് ഇതുമുണ്ട്, രണ്ട് ടൈപ്പിലും ഉണ്ട്. അതെ, സത്യത്തിൽ മറ്റേ ചെറിയ ലോകത്തിൽ നിന്ന് വലിയൊരു ലോകത്തിൽ വന്നു കേട്ടോ. പലവിധമായി ചിന്തിക്കുന്ന ആൾക്കാരെ ഒന്നിച്ച് കാണാൻ പറ്റുന്ന സോഷ്യൽ മീഡിയ ആണ് സത്യം എന്നെ രക്ഷിച്ചത്. അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ അതൊക്കെ തന്നെ. ഇതൊക്കെ കയ്യിൽ വന്നു പിന്നെ അപ്പോഴും തന്നെ ആൾക്കാർക്ക് ഇങ്ങനെയും ഒന്നുണ്ട്, ഒരു സ്കോപ്പ് ഉണ്ട്. അതായത് നമ്മൾ ദൈവത്തെ വിശ്വസിക്കാതിരിക്കാം. അപ്പൊ നമ്മൾ ആ ടൈമില് ഞാൻ പറഞ്ഞല്ലോ വെച്ചാൽ നമ്മൾ ഫാമിലി വൈസ് നമ്മളിങ്ങനെ ഇത് ഇങ്ങനെ പൂജ അങ്ങനെയൊക്കെ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴും കോവിൽ പോണ ഇതായിരുന്നു. എന്തെങ്കിലും ഒരു പിറന്നാളാകുമ്പോഴത്തേക്കും പറയാം അത് കുളിച്ചിട്ട് കോവില് പോയിട്ടോ, അതായത് ശരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോയിട്ട് വന്നിരുന്ന പാർട്ടികളായിരുന്നു. പിന്നെ ഈ സോഷ്യൽ മീഡിയ ഈ കുറച്ച് നമ്മൾ ഈ ഇതൊക്കെ കിട്ടിയ പിന്നീട് തന്നെ ഇരിക്കാം, നമ്മുടെ ഇഷ്ടത്തിന് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പോയിന്റ് വരാൻ തുടങ്ങിയത് ഇത് കുറച്ച് കണ്ണാണ്. നമ്മുടെ ഇഷ്ടത്തിന് ഇത് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ചിന്തിക്കുന്നതിനെക്കാളും പലതും ഉണ്ട്. നമ്മുടെ ചിന്ത മാത്രം ശരിയായിരിക്കണം, ഇതിനേക്കാട്ടിലും പല ഇതുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ മാറിയതും മേ ബി ഇത് കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം. നിങ്ങളിപ്പോൾ ഈ കേട്ട ലക്ഷ്മി എന്ന് പറഞ്ഞ വ്യക്തി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോസ് കണ്ടിട്ട് എന്നെ അവിടെ കോൺടാക്ട് ചെയ്ത വ്യക്തിയാണ്. ഇതേപോലെ തന്നെ പല ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിനകത്ത് തന്നെ നിൽക്കുന്നവർ, വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടിട്ടും ഇതിൽ നിന്ന് പുറത്തു പോകാൻ പേടിച്ച് ഇതാണ് എനിക്ക് സേഫ് സോൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന അനവധി ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്നെ കോൺടാക്ട് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസ് ദയവ് ചെയ്ത് സംസാരിക്കണം. കാരണം ഇതിൽ തന്നെ അവസാനം പറയുന്നുണ്ട്, ഒരു കൊച്ചുകുട്ടിയോട് എന്താണ് പുള്ളിക്കാരുടെ എയിം എന്ന് ചോദിച്ചപ്പോഴത്തേനും പറയുന്നത് എനിക്ക് മതം മാറ്റണമെന്നാണ് മറ്റുള്ളവർ. അതേപോലെ ഇത്രയും തീവ്രമായ വിശ്വാസം കൊണ്ടു നടക്കുന്ന കുട്ടികളായിട്ട് നമ്മുടെ ഇനിയും വരുന്നൊരു തലമുറ, ഇതിനകത്ത് നിൽക്കുന്ന വിശ്വാസികളുടെ മക്കളായിട്ട് വരുന്നവരായി പോകാൻ സാധ്യതയുണ്ട്. ഇത് സത്യത്തിൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. കാരണം നമ്മൾ ടാക്സ് അടയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എഡ്യൂക്കേഷനും കാര്യങ്ങളും ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അപ്പം അങ്ങനെ നമ്മളുടെ പൈസ എവിടത്തേക്ക് പോയി എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു, അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്ന ഇതേപോലെയുള്ള വ്യക്തികൾ ഒരു സമൂഹത്തിലേക്ക് വന്നിറങ്ങിയിട്ട് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാതെ നമ്മുടെ രാജ്യം മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. നമ്മൾ തന്നെ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒരു 10-15 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ഇസ്ലാം എന്നൊരു മതത്തിനെ ആർക്കെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുമോ? ക്രിട്ടിസൈസ് ചെയ്താൽ അവരുടെ അവസ്ഥ എന്താവും? ജോസഫ് മാഷൊക്കെ നമ്മുടെ ജീവിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു സാക്ഷി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു അവസ്ഥയിലാണോ അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. വലിയ രീതിയിൽ മാറിയിട്ടുണ്ട്, വലിയ രീതിയിൽ ആൾക്കാർ മയപ്പെട്ടിട്ടുണ്ട്.
അത് തനിയെ സംഭവിച്ച ഒരു പ്രതിഭാസമേ അല്ല. അതിൽ നിന്നും വിട്ടുവന്നവർ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ക്രിട്ടിസൈസ് ചെയ്ത് അതിനെ ഡിബങ്ക് ചെയ്തിട്ട് ആളുകളുടെ ആ ഒരു അന്ധവിശ്വാസത്തിൻ്റെ തോത് കുറച്ചതുകൊണ്ടാണ് ഈ നിലയിലെത്തിയത്. ഇപ്പോഴും ആളുകളുടെ കണ്ണിൽപ്പെടാത്ത ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ എക്സ്ട്രീം ബിലീഫാണ് ഈ പെന്തക്കോസ്ത് എന്നുള്ളത്. അതുകൊണ്ട് ഇതേപോലെയുള്ള സെയിം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, ഈ ഒരു പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൻ്റെ ഇരകളായിരുന്നു, അതിൽ നിന്ന് പുറത്തേക്ക് വന്നു, അല്ലെങ്കിൽ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒന്നെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോം തരാം ഇവിടെ സംസാരിക്കാനായിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ സംസാരിക്കുക. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു മീഡിയമാണ്. ആർക്കും എവിടെയും ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഇരുന്നിട്ട് സംസാരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൃത്യമായും ഏർപ്പെടേണ്ടതുണ്ട്. കാരണം നമ്മുടെ ഒരു തലമുറ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പോകണോ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഒത്തിരി ആളുകൾക്കും ഉള്ളൊരു പേടി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വിശ്വാസം വിട്ടു കഴിഞ്ഞാൽ എന്നെ ഒറ്റപ്പെടുത്തും. അതാണ് അവർ കണ്ടു ശീലിച്ചത്. ഞാനും ഇപ്പോൾ ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ ഞാനിങ്ങനെ സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം അധികം ആളുകളെ ഞാൻ മീറ്റ് ചെയ്യാനിടയായി. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള, കേരളത്തിൽ നിന്ന്, US-ൽ നിന്ന്, എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇതേ എക്സ്പീരിയൻസ് ഉള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ അവരെ ചേർത്തിട്ട് ഞാൻ ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യുന്നുണ്ട്. വാട്സപ്പിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ വെച്ചിട്ട് ആൾക്കാർ ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വകുപ്പുണ്ട്. അതുകൊണ്ട് ടെലിഗ്രാം സേഫസ്റ്റ് ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ബയോയിലുണ്ട്. നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും എന്നാണ് നിങ്ങളുടെ പേടിയെങ്കിൽ ഒരിക്കലുമില്ല. ഒരു കമ്മ്യൂണിറ്റി ഇവിടെയുണ്ട്, നമ്മളത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കൾട്ടുകളിൽ നിന്ന് ലീവ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ബന്ധുക്കൾ, സ്വന്തക്കാർ വേണം, നമ്മുടെ അപ്പനമ്മ പോലും നമ്മളെ ഒറ്റപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ ഇനിയും ഗ്രോ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ചുറ്റുപാടിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മുരടിച്ചൊരു ജീവിതം, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു ജീവിതത്തിൽ ശ്വാസം മുട്ടി ജീവിക്കത്തേ ഉള്ളൂ. ഈ സ്വർഗ്ഗം നരകം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നരകം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കടിച്ചു പിടിച്ച് ശ്വാസം മുട്ടി ഈ ലോകത്ത് അനുഭവിച്ച് തീർക്കുന്നതിൽ കൂടുതലായിട്ട് വേറെ ഒന്നുമില്ല. സോ തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.